അടൂരിലെ വിവാദ അനാഥാലയത്തിന്റെ നടത്തിപ്പുകാരിയും മകനും ഒളിവിൽ. പ്രായപൂർത്തിയാകാത്ത അന്തേവാസി ഗർഭിണിയായെന്ന പരാതിക്ക് പിന്നാലെ 24 പെൺകുട്ടികളെ ഇന്നലെ ഇവിടെ നിന്ന് മാറ്റിയിരുന്നു. അനാഥ പെൺകുട്ടിയെ മകനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചെന്ന് പ്രചാരണം നടത്തിയ നടത്തിപ്പുകാരിയാണ് ഇപ്പോൾ ഒളിവിൽ പോയത്. മുതിർന്ന അന്തേവാസിയുടെ മരണത്തിലും പുതിയ പരാതി ഉയർന്നു. നമസ്കാരം. ഇത്രയും നാളും പുറത്തുണ്ടായിരുന്ന ആൾക്കാര് ഇനി പുറത്ത് നിന്ന് കഴിഞ്ഞാൽ പിടിക്കപ്പെടുമെന്ന് മനസ്സിലാക്കിയപ്പോൾ മുങ്ങി. ഇതുവരെയും ഈ ഒരു കേസിൽ ആരെയും പ്രതി ചേർത്തിട്ടില്ല. ശാസ്ത്രീയമായിട്ടുള്ള പരിശോധനകൾക്കെല്ലാം ശേഷം മാത്രമേ പ്രതി ചേർക്കൂ ഉള്ളൂ എന്നാണ് പറയുന്നത്. ഇപ്പൊ ജസ്റ്റ് ഒരു കേസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അതുകൂടാതെ തന്നെ ആ ഓർഫനേജിൽ ഇന്നലെ ത്രൂ ഔട്ട് തറവ് ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ നടത്തി, ഇൻസ്പെക്ഷൻ ഒക്കെ നടത്തി അവിടെ ഉണ്ടായിരുന്ന പെൺകുട്ടികളെ മാറ്റി പാർപ്പിക്കുകയും ചെയ്തു. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, അവരുടെ യൂട്യൂബ് ചാനലിലുള്ള വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നമ്മൾ എന്തായിരിക്കും വിചാരിക്കുക? ഓ, എന്ത് സന്തോഷത്തോടു കൂടിയിട്ട് കഴിയുന്ന ആ ഒരു കുടുംബം, എന്ത് നല്ലൊരു അമ്മ, ഇത്രയും സ്നേഹനിധിയായിട്ടുള്ളൊരു അമ്മ, മകനെ സാക്രിഫൈസ് ചെയ്യാണ് അമ്മ. അതായത് മകന് ഒരു അനാഥ പെൺകുട്ടിയെ കല്യാണം കഴിപ്പിച്ചു കൊടുത്ത് മാതൃകയായിട്ടുള്ള ഒരു അമ്മ. അങ്ങനെയായിരുന്നു അവരെ ഇത്രയും നാളും ആൾക്കാർ കണ്ടത്. എന്നാൽ ഇപ്പോഴോ നമ്മൾ വിചാരിക്കുന്നതൊന്നും അല്ല റിയാലിറ്റി. നമ്മൾ കണ്ടോണ്ടിരുന്ന റിയാലിറ്റിയൊക്കെ നമ്മൾ പലപ്പോഴും ചോദ്യം ചെയ്തു പോകും. പക്ഷെ ഒരു കാര്യം മാത്രം ആലോചിക്കുക, ആരെ ജയിക്കാൻ വേണ്ടിയിട്ട് എത്ര കള്ളത്തരം പറഞ്ഞു എന്ന് വിചാരിച്ചാലും സത്യം ഒരിക്കലും ഒരുപാട് നാൾ മൂടി വെക്കാൻ വേണ്ടിയിട്ട് സാധിക്കത്തില്ല. ഈ കള്ളത്തരം പറഞ്ഞതൊക്കെ തന്നെ പബ്ലിക്കിന്റെ മുമ്പിൽ അറിയുന്ന ഒരു സമയം വരും. അതാണ് ഇവരിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. യൂട്യൂബ് ചാനലിലൂടെ എത്ര സന്തോഷത്തോടു കൂടിയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാലും എന്തെങ്കിലും ഒരു തെറ്റ് മതി, എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് മതി. ആ മിസ്റ്റേക്ക് കൊണ്ട് നമ്മളുടെ ആ ഒരു സത്യം എന്താണെന്നുള്ളത് ജനങ്ങൾ മനസ്സിലാക്കും. കുറച്ചു നാൾ മുമ്പ് ഹീറോസ് ആയിരുന്ന അമ്മയും മകനും ഇപ്പൊ യഥാർത്ഥ ജീവിതത്തിൽ വില്ലനും വില്ലത്തിയുമാണ് എന്നറിയുമ്പോൾ നമ്മൾ തന്നെ ഞെട്ടിപ്പോയി. നമ്മൾ ടോട്ടലി ഞെട്ടിപ്പോയി. ആ പെൺകുട്ടിക്ക് നല്ലൊരു ജീവിതം കിട്ടിയല്ലോ എന്നാണ് നമ്മൾ എല്ലാവരും കരുതിയത്. പക്ഷേ ആ ജീവിതം നല്ലതാണോ എന്ന് ഇനിയിപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഇനിയിപ്പോൾ ആ പെൺകുട്ടിയുടെ അവസ്ഥ എന്തുവാകുമെന്നൊന്നും എനിക്ക് അറിയത്തില്ല. ഏത് രീതിയിലേക്ക് ഈ കാര്യങ്ങൾ പോകുമെന്നും അറിയത്തില്ല. പക്ഷേ ഈ ഒരു കാര്യത്തിൽ സത്യത്തിൽ മൊഴി കൊടുക്കേണ്ടത് ആ പെൺകുട്ടിയാണ്. പെൺകുട്ടി എങ്ങനെ മൊഴി കൊടുക്കുമെന്ന് നമുക്കറിയത്തില്ല. അവർക്കെതിരെ മൊഴി കൊടുക്കുമോ അല്ലെങ്കിൽ അവർക്ക് അനുകൂലമായിട്ട് മൊഴി കൊടുക്കുമോ എന്നൊന്നും അറിയത്തില്ല. അതുകൊണ്ടായിരിക്കണം ഇതുവരെയും ആരെയും പ്രതിസ്ഥാനത്തേക്ക് ചേർക്കാതെ ഇരുന്നത്. പിന്നെ നമ്മുടെ എല്ലാവരുടെയും ചുറ്റും ഇതുപോലെ നിരവധി അനാഥാലയങ്ങൾ ഉണ്ടാകും. നമ്മൾ ആരും പക്ഷേ അവിടെയൊക്കെ ഇങ്ങനെ നടക്കുമെന്ന് പ്രതീക്ഷിക്കത്തില്ല. ഇത്തരം വാർത്തകൾ പുറത്തു വരുമ്പോൾ മാത്രമാണ് നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചിട്ട് ആലോചിക്കുന്നത്. അതിന് കാരണം എന്താണ്? എല്ലാ അനാഥാലയങ്ങളിലും എല്ലാ ഓൾഡ് ഏജ് ഹോമുകളിലും ഗവൺമെന്റിന്റെ ഇൻസ്പെക്ഷൻ ഉണ്ടാവും. കാരണം അതിന്റെ ചുറ്റും ബന്ധപ്പെട്ട ഒരുപാട് ഉദ്യോഗസ്ഥരുണ്ടാവും. ആ ഉദ്യോഗസ്ഥർ റുട്ടീൻ അനുസരിച്ചിട്ട് അവിടെ ഇൻസ്പെക്ഷൻ നടത്തും. അവിടെ വന്ന് എല്ലാ കാര്യങ്ങളും പരിശോധിക്കും. എല്ലാം ഓക്കെ ആയിട്ട് സ്മൂത്ത് ആയിട്ടാണോ നടക്കുന്നത് എന്നുള്ളത് അവർ പരിശോധിക്കും. അപ്പൊ അവരെന്നും പരിശോധിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ വിചാരിക്കും ഓക്കെ, എല്ലാം ഗവൺമെന്റിന്റെ നിരീക്ഷണത്തിലാണല്ലോ, അതുകൊണ്ട് തന്നെ നല്ല രീതിയിലായിരിക്കും കാര്യങ്ങൾ നടക്കുന്നത്. അവിടെയുള്ള കുട്ടികൾക്കായിക്കോട്ടെ മുതിർന്നവർക്കായിക്കോട്ടെ അവർക്ക് എല്ലാവർക്കും നല്ല ഭക്ഷണവും ആഹാരവും വസ്ത്രവും ഒക്കെ കിട്ടുന്നുണ്ട് എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ ഇത്തരം വാർത്തകൾ പുറത്തു വരുമ്പോഴാണ് അതല്ല, അങ്ങനെയല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ കേരളത്തിലുള്ള അങ്ങോളം ഇങ്ങോളം ഉള്ള എല്ലാ ഓർഫനേജുകളും ഇപ്പം കുറച്ച് ദിവസത്തേന് നല്ല രീതിയിലൊക്കെ കാര്യങ്ങൾ ചെയ്യും. കാരണം ഒരു ഓർഫനേജിൽ പ്രശ്നം വരുമ്പോൾ അവിടെ ഇൻസ്പെക്ഷൻ നടക്കുമ്പോൾ ബാക്കി എല്ലായിടത്തേക്കും ഇൻസ്പെക്ഷൻ നടത്തും. അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പൊ അത് പ്രതീക്ഷിച്ച് എല്ലാവരും നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം ഓർഫനേജുകളിലെ ഇൻസ്പെക്ഷൻ നടത്തുമ്പോൾ അവിടെയുള്ള കുട്ടികളായിക്കോട്ടെ അവിടെയുള്ള മുതിർന്നവരായിക്കോട്ടെ അവരെയൊക്കെ വളരെ രഹസ്യമായിട്ട് പോയി കണ്ട്, അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥനാണ് എന്നുള്ള രീതിയിൽ വരാതെ രഹസ്യമായിട്ടൊക്കെ പോയി കണ്ട് അവരോട് വളരെ ശാന്തമായിട്ട് കാര്യങ്ങൾ തിരക്കി കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും അവിടെ യഥാർത്ഥത്തിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളത്. അല്ലാതെ ജസ്റ്റ് കോമൺ ആയിട്ട് ഒരു ഇൻസ്പെക്ഷൻ എന്നുള്ള രീതിയിൽ വന്നു കഴിഞ്ഞാൽ ഓൾറെഡി പറഞ്ഞിട്ടായിരിക്കുമല്ലോ വരുന്നത്. ഓൾറെഡി പറഞ്ഞിട്ട് വരുമ്പോൾ എല്ലാം പ്രിപ്പയർ ചെയ്ത് അവർ വെച്ചേക്കും. നമ്മൾ നോക്കുമ്പോൾ എല്ലാം സ്മൂത്ത് ആയിട്ടാണ് പോകുന്നത്. അവിടെയുള്ള അന്തേവാസികളുടെ വായ അവർ ഓൾറെഡി അടപ്പിച്ചിട്ടുണ്ടാവും. കാരണം അവർക്ക് ഭക്ഷണം കിട്ടണം എന്നുള്ള ആ ഒരു ആഗ്രഹം കൊണ്ട് അവരാരും തന്നെ തുറന്നു പറയത്തില്ല. അപ്പൊ ഏതായാലും ഇന്നലെ അവിടെ നടന്ന ആ ഒരു ഇൻസ്പെക്ഷന്റെ വാർത്തയുണ്ട്, അത് നമുക്കൊന്ന് കാണാം. പത്തനംതിട്ടയിലെ സ്വകാര്യ അനാഥാലയത്തിൽ നിന്നും പെൺകുട്ടികളെ മാറ്റാൻ തീരുമാനം. 22 പെൺകുട്ടികളെ CWC അംഗീകാരമുള്ള മറ്റൊരു കേന്ദ്രത്തിലേക്ക് മാറ്റും. സ്ഥാപനത്തിന്റെ അംഗീകാരം റദ്ദാക്കിയേക്കും. അനാഥാലയത്തിലെ അന്തേവാസിയായിരുന്ന പെൺകുട്ടി പ്രസവിച്ചതിൽ കേസെടുത്തിരുന്നു. കൃഷ്ണമോഹൻ ചെറിയാണ്. കൃഷ്ണമോഹൻ, അപ്പോൾ ഏത് സാഹചര്യത്തിലാണ് ഈ അനാഥാലയത്തിലെ കാര്യങ്ങൾ സംശയനിഴലിലാകുന്നത്? നടപടിയുടെ വിവരങ്ങൾ എന്താണ്?
ഈ പത്തനംതിട്ട ജില്ലയിലെ ഒരു സ്വകാര്യ അനാഥാലയമുണ്ട്. അവിടുത്തെ അവിടുത്തെ ഈ നടത്തിപ്പുകാരുമായി ബന്ധപ്പെട്ട അടുപ്പമുള്ള ഒരാൾ അല്ലെങ്കിൽ അവരുടെ ബന്ധു അവരാണ് ഈ പെൺകുട്ടിയെ വിവാഹം കഴിച്ചത്. വിവാഹം ഒക്ടോബറിലായിരുന്നു പെൺകുട്ടിയുടെ. ആ പെൺകുട്ടി ആ അനാഥാലയത്തിൽ അന്തേവാസിയായിരുന്നു. പക്ഷെ അതിനുശേഷം പിന്നീട് വിവാഹമൊക്കെ കഴിഞ്ഞ മാസം ആദ്യം ഈ കുട്ടി പ്രസവിച്ചു. അതിൽ ചില പരാതികളൊക്കെയും CWCക്കൊക്കെ കിട്ടിയിരുന്നു. ആ പരാതി അന്വേഷിച്ച് CWC ഡോക്ടറുടെ മൊഴിയടക്കം എടുത്ത ശേഷമാണ് അവർ നിഗമനത്തിലേക്ക് എത്തിയത്. അതായത് ഈ പെൺകുട്ടി പ്രസവിച്ചത് അല്ലെങ്കിൽ ഈ ഗർഭിണിയാകുന്നത് പ്രായപൂർത്തി ആകുന്നതിന് മുൻപ് എന്നൊരു നിഗമനത്തിലേക്ക് എത്തിയത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അവരുടെ പരാതി വന്നു. അപ്പോൾ വിവാഹം കഴിച്ചത് പക്ഷേ 18 ശേഷമാണെങ്കിൽ പോലും ഗർഭിണിയായത് പ്രായപൂർത്തിയാകുന്നതിന് മുൻപ് എന്നുള്ള ഒരു ഡോക്ടറുടെ മൊഴിയടക്കം വന്നു. അതനുസരിച്ചായിരുന്നു അടൂർ പോലീസ് ഒരു FIR രജിസ്റ്റർ ചെയ്തത്. ആരെയും പ്രതി ചേർത്തിട്ടില്ല, ഇപ്പോഴും പ്രതി ചേർത്തിട്ടില്ല. പക്ഷേ സത്യത്തില് സോഷ്യൽ മീഡിയ കൊണ്ടും യൂട്യൂബ് കൊണ്ടും ഒക്കെ കുറെ ഉപകാരങ്ങളുണ്ട്. ഇതിപ്പോ യൂട്യൂബിൽ പല ആൾക്കാരും മുന്നിട്ടിറങ്ങി സത്യത്തിൽ ഇതിന്റെ പുറകെ കുറെ സ്ത്രീകൾ പ്രവർത്തിച്ചിരുന്നു. അവരുടെ ഭീഷണിയൊന്നും വഴങ്ങാതെ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെളിച്ചത്ത് കൊണ്ടുവരണം എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയിട്ട് പ്രവർത്തിച്ച കുറെ സ്ത്രീകളുണ്ട്. എനിക്കൊന്ന് സന്ധ്യ പല്ലവി എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ, പിന്നെ സഫീന ബീവി, പുള്ളിക്കാരിയൊക്കെ ത്രൂ ഔട്ട് വീഡിയോ ഇടുന്നുണ്ടായിരുന്നു. അവർക്കൊക്കെ ഭീഷണി ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും ഇവരൊക്കെ കണ്ടിന്യൂസ് ഈ ഒരു കാര്യം പുറത്തേക്ക് കൊണ്ടുവന്നത് കൊണ്ടാണ് സത്യത്തിൽ അവിടെ ഒരു ഇൻസ്പെക്ഷൻ എങ്കിലും നടന്നത്. കാരണം ഉദ്യോഗസ്ഥർക്ക് അവിടെ പോയി പരിശോധിച്ചേ മതിയാവൂ എന്നുള്ളൊരു സാഹചര്യം എത്തിയത് കൊണ്ടാണ് അവരവിടെ പോയത്. ഇല്ലെന്നുണ്ടെങ്കിൽ പോകുമെന്ന് നിങ്ങൾക്ക് ഒരു പ്രതീക്ഷയുണ്ടോ? പോകത്തില്ല. കാരണം ഇത്രയും നാളും ഇതേ ഉദ്യോഗസ്ഥർ തന്നെയാണ്, ഇതേ ഉദ്യോഗസ്ഥരുടെ കീഴിലാണ് ഇത്തരം ഒരു കാര്യങ്ങൾ നടന്നത്. അവരുടെ മൂക്കിൻ തുമ്പത്താണ് ഇത്തരം വൃത്തികേട് നടന്നത്. ആ സ്ഥാപനം ഏതാണ്ട് ഒരു 14 വർഷത്തോളമായി. ഈ ഒരു സ്ഥാപനം നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ നിലനിന്നിട്ട് 14 വർഷമായി. ഈ 14 വർഷത്തിനിടയിൽ അവിടെ പല വൃത്തികേടുകളും നടന്നിട്ടുണ്ട്, പല ദുരൂഹതകളും ഉണ്ടായിട്ടുണ്ട്. ഈവൻ അവിടുത്തെ അന്തേവാസികളുടെ മരണം സംഭവിച്ചിട്ടുണ്ട്. അതും ദുരൂഹമാണ്. ലക്ഷ്മി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ കാര്യം സന്ധ്യ പല്ലവി പറയുന്നത് കേട്ടു. ആ പെൺകുട്ടിയെ അവിടെ കൊണ്ടാക്കിയതിനു ശേഷം ആരും നോക്കുന്നുമില്ലായിരുന്നു, ഭക്ഷണം പോലും കിട്ടുന്നില്ലായിരുന്നു. അങ്ങനെയാണ് ആ പെൺകുട്ടിക്ക് മരണം സംഭവിച്ചത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സത്യത്തിൽ വെറും ഒരു ഇൻസ്പെക്ഷനിൽ ഒതുക്കാതെ അവിടെ നടന്നിട്ടുള്ള ഇങ്ങനെ ദുരൂഹ സാഹചര്യത്തിൽ നടന്നിട്ടുള്ള മരണങ്ങളെ കുറിച്ചിട്ട് അന്വേഷിക്കണം. അവിടെ വന്നിട്ടുള്ള ഫണ്ടുകൾ, എവിടെ നിന്നാണ് ഈ ഒരു ഫണ്ട് വരുന്നത്, ആരുടെയൊക്കെ കയ്യിൽ നിന്നാണ് വരുന്നത്, അവിടേക്ക് പൈസ കൊടുക്കുന്ന ആൾക്കാരുടെ എല്ലാം സോഴ്സ് ഒക്കെ എടുക്കണം, സോഴ്സ് ഓഫ് ഇൻകം ഒക്കെ എടുക്കണം. മാത്രമല്ല ഈ പൈസ എത്ര രൂപ വരുന്നുണ്ട്, ഈ പൈസയൊക്കെ എവിടേക്കാണ് പോകുന്നത്? മിക്കവാറും ഡയറക്ടറിന്റെ കീശയിലേക്ക് തന്നെ ആയിരിക്കും. ഇഷ്ടംപോലെ സ്വത്തുകൾ വാങ്ങിച്ചിട്ടുണ്ടാകും. ഇതെല്ലാം കണ്ടുകെട്ടണം. കാരണം ഈ ഡയറക്ടറിൻ്റെത് എന്ന് പറയുന്ന 1 രൂപ പോലും അവരുടേതല്ല. എല്ലാം ഈ ഒരു സോഴ്സ് ഓഫ് ഇൻകത്തിൽ നിന്ന് കിട്ടിയതാണ്. ഈ ഒരു ഓർഫനേജ് എന്ന് പറയുന്ന അതാണ് അവരുടെ സോഴ്സ് ഓഫ് ഇൻകം. ഡയറക്ടറിന്റെയും മകന്റെയും മകളുടെയും ഒക്കെ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് ഈ ഒരു ഓർഫനേജ് ആണ്. അവർക്കാർക്കും ജോലിയില്ല, വേറെ ഒന്നുമില്ല. പിന്നെ അവർക്ക് എവിടുന്നാണ് വരുമാനം? യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് കുറച്ച് നാളായതേ ഉള്ളൂ. അപ്പൊ ആ യൂട്യൂബ് ചാനലിൽ നിന്ന് എന്തായാലും വലിയ വരുമാനം കിട്ടത്തക്ക രീതിയിലുള്ള ഒരു ടൈം പീരീഡ് ആയിട്ടില്ല. യൂട്യൂബ് ചാനൽ തുടങ്ങി ഒരു 2 മാസം അല്ലെങ്കിൽ 3 മാസം കഴിയുമ്പോൾ മോണിറ്റൈസേഷൻ ആവും. ഇപ്പൊ ഏതാണ്ട് ഒരു 7 മാസം ആയതേ ഉള്ളൂ, ഒരു 7 മന്ത് ആ ഒരു പീരീഡ് ആയതേ ഉള്ളൂ. അതിനിടയിൽ യൂട്യൂബ് ചാനലിൽ നിന്ന് കിട്ടിയിട്ടുള്ള വരുമാനം വളരെ കുറവായിരിക്കും. അപ്പൊ ബാക്കി വരുമാനവും ബാക്കി കാര്യങ്ങളും ഒക്കെ എവിടെ നിന്നാണ്? വീട് വെച്ചതും കാറ് വാങ്ങിച്ചതും 2 വീടൊക്കെ ഉണ്ട്. മാത്രമല്ല ബാക്കി കുറെ സ്വത്തുകൾ കാണുമല്ലോ, സ്ഥലങ്ങളായിട്ടും അങ്ങനെ സ്വർണമായിട്ടും ഒക്കെ അവരുടെ കയ്യിലിരിക്കുന്ന ആ ഒരു ആ മുതൽ എവിടെ നിന്നാണെന്നുള്ളത് കൃത്യമായിട്ട് പരിശോധിക്കണം. ഉദ്യോഗസ്ഥരിരിക്കുന്നത് പണി ചെയ്യാനല്ലേ? അവർ പണി ചെയ്യാത്തത് കൊണ്ടല്ലേ ഇത്രയും പ്രശ്നമായത്? ഇത് വളരെയധികം ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. ഗവൺമെന്റിന്റെ അണ്ടറിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് സത്യത്തിൽ പണി ചെയ്യാൻ വയ്യാത്തത് കൊണ്ടാണോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്? പോലീസ് ആയിക്കോട്ടെ, മറ്റു ബന്ധപ്പെട്ട ഗവൺമെന്റ് ഉദ്യോഗസ്ഥരായിക്കോട്ടെ, അവരൊക്കെ അവരുടെ ഡ്യൂട്ടി കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇത്തരം സംഭവങ്ങളൊന്നും നമ്മുടെ നാട്ടിൽ ഉണ്ടാവത്തില്ല. പകരം ജസ്റ്റ് ആരെയോ കാണിക്കാൻ വേണ്ടി എന്തിനോ വേണ്ടിയിട്ട് സ്ഥാപനത്തിലേക്ക് പോകും, ഇൻസ്പെക്ഷൻ നടത്തും, അവിടെ നിന്ന് കിട്ടുന്ന കാശും വാങ്ങിക്കും, വീട്ടിൽ പോകും, നല്ല ഒരു പേരങ്ങ് എഴുതിയിടും. സ്ഥാപനത്തിലെല്ലാം വൃത്തിയായിട്ടാണ് നടക്കുന്നത്, സ്മൂത്തായിട്ടാണ് നടക്കുന്നത്. ശരിക്കും നരകിക്കുന്നത് ആരാണ്? അവിടെയുള്ള ജീവനുകളാണ്. ഭക്ഷണമെങ്കിലും കിട്ടട്ടെ എന്ന് വിചാരിച്ച് ആരെങ്കിലും നോക്കുമല്ലോ എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ടായിരിക്കും അവിടെ വന്ന് താമസിക്കുന്നത്. അവിടെയുള്ളവർക്ക് അമ്മമാരുള്ള കുട്ടികളുണ്ടെന്ന് പറയുന്നു. ഈ അമ്മമാരുള്ള കുട്ടികൾ അവിടെ വന്ന് താമസിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? അവർക്ക് നോക്കാനുള്ള സാഹചര്യം ഇല്ലാത്തത് കൊണ്ടായിരിക്കാം, പഠിപ്പിക്കാനുള്ള സാഹചര്യം ഇല്ലാത്തത് കൊണ്ടായിരിക്കാം മക്കളെ അവിടെ കൊണ്ട് നിർത്തിയത്. അറ്റ്ലീസ്റ്റ് പഠനമെങ്കിലും നടക്കുമല്ലോ, മക്കൾക്ക് നല്ല രീതിയിൽ ഫുഡെങ്കിലും കിട്ടുമല്ലോ എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ടായിരിക്കും. സത്യത്തിൽ ഈ ഓർഫനേജ് ഒക്കെ നടത്തുന്നവര് അവർക്ക് 3 നേരം നല്ല ആഹാരമെങ്കിലും കൊടുക്കുക.
പണമില്ലാത്ത സാഹചര്യത്തിലുള്ള ഓർഫനേജുകളുണ്ട്, നല്ല രീതിയിൽ നടത്തുന്ന ഓർഫനേജുകളിൽ പണമില്ലാതെ വിഷമിക്കുന്ന ഓർഫനേജുകളുണ്ട്. അത്തരം ഓർഫനേജുകളെ കണ്ടെത്തി അവരെ സഹായിക്കുക. ഇതുപോലെയുള്ള കള്ളത്തരം കൊണ്ട് കൈ കഴുകുന്ന ആൾക്കാരൊക്കെ നടത്തുന്ന ഓർഫനേജുകൾ സത്യത്തിൽ നേരത്തെ തന്നെ പൂട്ടിക്കെട്ടേണ്ടതാണ്. ലൈസൻസ് നേരത്തെ തന്നെ റദ്ദ് ചെയ്യേണ്ടതായിരുന്നു. ഇത്രയും വലിച്ചു നീട്ടിക്കൊണ്ട് പോയതിൽ ഉദ്യോഗസ്ഥരുടെ പങ്ക് വളരെ വലുതാണ്. അതാണ് ഇവിടെ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട പോയിന്റ്. ഇത്രയും നാൾ അവർ കള്ളത്തരം കാണിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ, ഉദ്യോഗസ്ഥർ അവരുടെ പണി കൃത്യമായിട്ട് ചെയ്തിട്ടില്ല.